ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഫുൾ റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, ഓരോ പാർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ഞാൻ ഈ വണ്ടി ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കട്ടെ. ഓബ്വിയസ്ലി ചില സമയങ്ങളിൽ പഴയ വണ്ടി ആയതുകൊണ്ട് ഓഫ് ആവാം, അതിൽ തെറ്റില്ല. നമുക്കൊന്നും കൂടെ അടിക്കാം. വളരെ റഫായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ടാങ്ക് ഫുള്ള് റീപെയിൻറ്റ് ചെയ്തു, ടാങ്ക് മാറ്റി. ആൻഡ് ബാക്കിലത്തെ സസ്പെൻഷൻ്റെ കേസ് എൻ്റെ മുമ്പത്തെ റിവ്യൂവിൽ കുറേ പേര് പറഞ്ഞിരുന്നു സസ്പെൻഷൻ പറ്റിച്ചു എന്ന്. ആ പറ്റിച്ച സസ്പെൻഷനൊക്കെ നമ്മൾ തിരിച്ച് ഒറിജിനൽ റെഡാക്കി. പിന്നെ സൈഡ് കവറൊക്കെ മാറ്റി വെച്ചു. പിന്നെ എൻജിൻ ബേയും കാര്യങ്ങളൊക്കെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇതൊക്കെയാണ് റഫായിട്ട് ചെയ്തത്. ഇനി ഓരോന്നിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ്റെ കേസ് ഫസ്റ്റ് റിവ്യൂവിൽ കുറേ പേര് പറഞ്ഞിരുന്നു ഇത് ശരിക്കും റെഡാണ് വേണ്ടത്, എനിക്കറിയാമായിരുന്നു. പക്ഷേ സസ്പെൻഷൻ ഒരു ഇഷ്യൂ വന്നിട്ട് മുമ്പ് മാറ്റി വെച്ചപ്പോൾ അത് ബ്ലാക്കാണ് വെച്ചിരുന്നത്. ബട്ട് ആസ് ഓഫ് നൗ നിങ്ങൾക്ക് കാണുന്നത് പോലെ അത് റെഡ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് കവർ ഞാൻ പെയിൻ്റ് അടിച്ചതല്ല, സൈഡ് കവർ മാറ്റിയതാണ്. പുത്തൻ സൈഡ് കവർ വെച്ചു. ഒരു സൈഡ് കവറിന് 480 റുപ്പീസാണ്. സിമിലർലി ഇപ്പുറത്തെ സൈഡിലത്തെയും സൈഡ് കവർ മാറ്റി ഇപ്പോൾ 480 × 2. ബാക്കി നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ കൂട്ടിക്കോ. പിന്നെ എൻജിൻ ബേ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ചെയിൻ കവറിൻ്റെ പെയിൻ്റ് തന്നെയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. ഇവിടെയും ഇവിടെയൊക്കെ എന്തായാലും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് തുടച്ച് മിനുക്കിയിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തുകൂടെ ലാൻസ് എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും. ഞാൻ എല്ലാ ദിവസവും തുറക്കുന്നൊരു വണ്ടിയാണ്, പക്ഷേ എന്നാലും ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. ഡെയിലി യൂസ് ചെയ്യുന്നൊരു വണ്ടി ആയതുകൊണ്ട് ചെളി കൂടെയും ഇതിൽ കൂടെയൊക്കെ പോകേണ്ട സിറ്റുവേഷൻ വരുന്ന കാരണം കൊണ്ട് എല്ലാ ദിവസവും എപ്പോഴും തുടച്ച് മിനുക്കി വയ്ക്കുന്നത് പോസിബിളല്ല. അങ്ങനെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് മാറ്റി, ബ്രേക്കിൻ്റെ ലിവർ മാറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സസ്പെൻഷൻ്റെ ഒരു ഫ്രണ്ടിലത്തെ സസ്പെൻഷനും ഈ ഒരു എൻജിൻ്റെ അവിടെ അടിച്ചേക്കുന്ന സെയിം പെയിൻറ്റ് തന്നെ ഈ സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്ക്, നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ ലുക്ക് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഫ്യൂവൽ ടാങ്കാണ്. ടാങ്ക് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു. ടാങ്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ടാങ്കിന് അത്യാവശ്യം നല്ല രീതിയിൽ ഞളക്കവും പിന്നെ പെയിൻറ്റ് കുറേ പോയിട്ടുണ്ടായിരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ലീക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞളക്കുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡെൻറ്റൊക്കെ മാറ്റിയിട്ട് പിന്നെയും അത് റീപെയിൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് കുറേ ടൈം കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണത്. ആൻഡ് ടൈം കൺസ്യൂമിങ്ങിന് ഉപരി നല്ല റേറ്റും ആവുന്നൊരു സംഭവമാണ്. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ ടാങ്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഏറ്റവും പഴയ മോഡൽ ടാങ്ക് ഇറക്കുന്ന പല ബ്രാൻഡ്സ് ഉണ്ട്. ഐ എം നോട്ട് സ്പെസിഫൈങ് ദ നെയിം റൈറ്റ് നൗ. അങ്ങനെ ഒരു ടാങ്ക് ഞാൻ പോയി കണ്ടു, പുതിയ ടാങ്ക്. അതായത് പഴയതല്ല, പുതിയ ടാങ്ക്. പഴയതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല, ശരിയാണ്, പക്ഷേ പുതിയ മോഡൽ ടാങ്ക് ഞാൻ പോയി കണ്ടു. അകത്ത് മൊത്തം തുരുമ്പായിരുന്നു. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ അത്രയും കനം അതിന് തോന്നിയില്ല. അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, പഴയ ടാങ്ക് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് വേറൊരു യൂറോ 1 സ്പ്ലെൻഡർ പൊളിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നൊരു വണ്ടിയുടെ ടാങ്ക് എനിക്ക് സെയിലിന് കിട്ടി. അത്യാവശ്യം നല്ലൊരു റേറ്റിന്, ഒരു 900 to 1000 റുപ്പീസിനൊരു ടാങ്ക് കിട്ടി. ബ്ലാക്ക് കളർ സ്പ്ലെൻഡറിൻ്റെ ടാങ്കായിരുന്നു അത്. ആ ടാങ്ക് ഞാൻ എടുത്തിട്ട് അത് റീപെയിൻറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. സോ ഇത് റീപെയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് കവർ ഞാൻ കടയിലേക്ക് കൊണ്ടുപോയി, പെയിൻറ്റ് കടയിൽ കൊണ്ടുപോയിട്ട് ഇതേ കളർ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഈ ടാങ്ക് റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ ഇതിൻ്റെ 2 ഇൻഡിക്കേറ്റേഴ്സും അത് ഫ്രണ്ടിലത്തെ അതുപോലെ തന്നെ ബാക്കിലത്തെ 2 ഇൻഡിക്കേറ്റേഴ്സും മാറ്റി. ഫോർ എക്സാമ്പിൾ 4 ഇൻഡിക്കേറ്റേഴ്സും മാറ്റാനായിട്ട് എനിക്കൊരു 150-200 രൂപ എന്തായാലും വന്നിട്ടുള്ളൂ. കാരണം ഇത് പെർ പീസ് ആകെ 40-50 രൂപയുടെ അടുത്ത് തന്നെ റേറ്റ് വരുന്നുള്ളൂ.
കാരണം ഇതൊക്കെ ഇച്ചിരി പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അറിയാം. ബാക്കിലത്തെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ മാറ്റി. പിന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് വർക്കിംഗ് ആയിരുന്നില്ല. ആ ടെയിൽ ലൈറ്റ് ഇപ്പോൾ എന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് ഇപ്പോൾ ആസ് ഓഫ് നൗ വർക്കിംഗ് ആണ്. പിന്നെ എക്സോസ്റ്റിൻ്റെ ഇവിടെ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചു. വേറൊന്നും എക്സോസ്റ്റിൻ്റെ അവിടെ ചെയ്തിട്ടില്ല. ആൻഡ് ടാങ്കിന്മേൽ തന്നെ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു ഈ പഴയ അന്നത്തെ ഓൾമോസ്റ്റ് ജെനുവിൻ ആയിരുന്ന എല്ലാ സ്റ്റിക്കേഴ്സും വേണമെന്നുള്ളത്. സോ അതിൻ്റെ ബേസിസിൽ ഈ കോഷൻ, ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ ഡു നോട്ട് ആഡ് ഓയിൽ ഇൻ പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിക്കർ വരെ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് ഈ ഒരു ടാങ്ക് ക്യാപ്പിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചേക്കുന്നതാണ്. പക്ഷേ ഇവിടെ പെയിൻറ്റ് പോയിട്ടുണ്ട്. ക്യാപ്പ് ഇങ്ങനെ തുറന്നടയ്ക്കുമ്പോൾ ഇതിവിടെ ഒരയും, കണ്ടോ? അങ്ങനെയാണ് ആ ഒരു പെയിൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒരഞ്ഞ് അവിടെ പെയിൻറ്റ് പോവും. അത് ചെയ്ത ഉടനെ PPF ചെയ്യേണ്ടതായിരുന്നു. എനിക്കത് മണ്ടത്തരം പറ്റി. എനിക്ക് അപ്പം തന്നെ പെയിൻറ്റിങ് കഴിഞ്ഞ ഉടനെ എനിക്കത് PPF ചെയ്യാൻ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി. സോ അവിടെ ഞാനത് ഒരു വലിയ മണ്ടത്തരം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു ക്രാഷ് ഗാർഡ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ വയറിംഗ് കിറ്റ് ഫുള്ള് മാറ്റി. മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെയൊക്കെ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. വയറിംഗ് കിറ്റ് ടോട്ടലി പോയിരിക്കുകയായിരുന്നു. വയറിംഗ് കിറ്റ് ഫുള്ള് വണ്ടിയുടെ മാറ്റി. പിന്നെ ബേസിക്കലി ഇതിൻ്റെ കാർബറേറ്ററിന് വലിയൊരു പണി വന്നു. കാർബറേറ്റർ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂവൽ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റണ്ണിങ്ങിലും പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഓടിക്കാൻ തീരെ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ പുതിയ കാർബറേറ്റർ വെച്ചു. പക്ഷേ അത് ജപ്പാൻ കാർബറേറ്റർ അല്ല വെച്ചിരിക്കുന്നത്. അത് കെയ്ഹിൻ്റെ തന്നെ ഒറിജിനൽ ഇന്ത്യൻ കാർബറേറ്ററാണ്. കെയ്ഹിൻ്റെ തന്നെ ഒറിജിനൽ കാർബറേറ്ററാണ്. പക്ഷേ ജപ്പാൻ മെയ്ഡ് അല്ല. അതിനോ ജപ്പാൻ്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ടാവുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇരുന്നിരുന്ന ജപ്പാൻ മൊത്തത്തിൽ തീരുമാനമായപ്പോഴാണ് ഞാനത് മാറ്റി വെച്ചത്. ഇനി എന്തായാലും ഞാനൊരു പഴയ മോഡൽ ജപ്പാൻ കാർബറേറ്റർ എവിടെന്നെങ്കിലും സോഴ്സ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് മാറ്റും. പിന്നെ ഈ ഒരു 2 മിറേഴ്സ് മാറ്റിയിട്ടുണ്ട്. കാരണം ഈ ഒരു മിററും നല്ല രീതിയിൽ വൈബ്രേഷനും ഷെയ്ക്കിങ്ങും കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും മാറി കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസും രാത്രി എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ പോലെ എന്തായാലും ഇതിന് ശേഷം ഇത്തിരി മ്യൂസിക്കൊക്കെ ഇട്ട് എന്തായാലും കേൾപ്പിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസൊക്കെ കാണാം. പെയിൻറ്റിങ് ജസ്റ്റ് കഴിഞ്ഞ സമയത്തെ ഫോട്ടോസൊക്കെ. ആ ഫോട്ടോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവിടുത്തെ ഈ ഒരു പെയിൻറ്റ് പോയ പ്രശ്നം അതൊന്നും ഉണ്ടാവില്ല. എനിവേ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പഴയ വണ്ടിയാണ്, അത് കൊണ്ട് നടക്കുമ്പോൾ പല ഇഷ്യൂസും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അതിനെ സ്റ്റിൽ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഴയ സ്പ്ലെൻഡർ എടുക്കാം. അത് സ്പ്ലെൻഡർ എന്നല്ല, RX100 എന്നല്ല, ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത് കൊണ്ട് നടക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ പണി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനാണ് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ അത് അപ്പം തന്നെ സർവീസ് ചെയ്ത് അപ്പം തന്നെ കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കി തുടച്ചും എനിക്ക് കൊണ്ടു നടക്കുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ പോലെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പഴയ വണ്ടി വേണമെങ്കിലും കൊണ്ടു നടക്കാം. സോ വിത്ത് ദാറ്റ് ഐ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ പാർട്സിൻ്റെ റേറ്റ് ഇതിലധികം പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയിരിക്കും. ഞാൻ ഇത് വണ്ടി പണിതൊക്കെ പെരുമ്പാവൂരുന്ന്, അത് ഒരു സ്ഥലത്തു നിന്നല്ല പണിത്, ഓരോ വർക്കും ഓരോരോ സ്ഥലത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെ റേറ്റ് പറയാത്തത്. അപ്പോൾ ഞാനൊരു റേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ വണ്ടി അവിടെ പണിയണമെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വന്ന് എൻ്റെ തലയിൽ കയറണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ റേറ്റ് പറയാത്തത്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റേറ്റൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ടാങ്ക് പുതിയത് വാങ്ങിക്കാനായിട്ട് എനിക്ക് 1000 രൂപയുടെ അടുത്ത് വന്നു. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ Euro 1 ഒറിജിനൽ ടാങ്ക് സെക്കൻഡ് ഹാൻഡ്. അത് എന്നിട്ട് റീപെയിൻറ്റ് ചെയ്യാൻ എനിക്ക് 3500 രൂപയുടെ അടുത്ത് വന്നു. ടാങ്കും സസ്പെൻഷനും റീപെയിൻറ്റ് ചെയ്യാൻ 3500 രൂപയുടെ അടുത്ത് വന്നു. എൻജിൻ കേസിങ്ങും ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ പെയിൻ്റ് അടിക്കാൻ എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയുടെ അടുത്താണ്. പിന്നെ ഈ സ്റ്റിക്കേഴ്സിനാകെ 30, 35, 40 രൂപയുടെ അടുത്ത റേറ്റ് വരുന്നുള്ളൂ. പിന്നെ വയറിംഗ് കിറ്റ് ഫുള്ള് മാറാൻ 1000 രൂപയായി. പിന്നെ സൈഡ് കവറിന് ഇവിടെ 480, അപ്പുറത്ത് 480, അതങ്ങനെ ഒരു റേറ്റ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ റേറ്റ് ഒരു 150-200 രൂപയുടെ അണ്ടറിലുള്ളൂ, അത് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളും അത് 20 രൂപയുടെ കുഞ്ഞു റേറ്റും കാര്യങ്ങളും മാത്രമാണ്.